ഹായ് ഹലോ വെൽക്കം ടു ജിത്ത വീറ്റ് ലൈഫ്സ്. നമ്മൾ ഇന്നൊരു പനീർ ഫെത ചീസ് സാലഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ പ്രിപ്പറേഷൻസിനായി നമ്മളിവിടെ ഒലീവ് സീഡ്, ലെറ്റ്യൂസ്, വേവിച്ച് വെച്ചിരിക്കുന്ന പനീർ, അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, പിന്നെ ഒരു ലെമൺ ക്യൂബ്, ഒപ്പം ബദാം ചീസും നമുക്ക് ഈ ഒരു സാലഡിന് ആവശ്യമാണ്. ആക്ച്വലി ബദാം ചീസിൽ കുറച്ച് പുളിയും ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലെമൺ ക്യൂബ് ഇടുമ്പോഴും അതുപോലെ തന്നെ ഉപ്പ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാടൊന്നും ഇടരുത്, ഉപ്പ് കൂടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ ലെമൺ ജ്യൂസ് ക്യൂബ്സ് ആക്കി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ക്യൂബ് എടുത്തത്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ കലോറി, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹൈ ഫൈബർ ഉള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒലീവിലുള്ള ഹെൽത്തി ഫാറ്റ് ഒക്കെ നമുക്ക് നല്ലതാണ്. കാൽഷ്യം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പനീറും ചീസും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുത്തത് ചാട്ട് മസാലയും പെപ്പറും ഉപ്പുമാണ്. ആവശ്യത്തിനാണ് ഉപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ. ഇമ്മ്യൂണിറ്റി സപ്പോർട്ടിനും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. മസാലയൊക്കെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സാലഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പംകിൻ സീഡ് കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാലഡ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്ലേവർഫുള്ളി കഴിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് പംകിൻ സീഡ് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.